കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 22-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 33 വചനങ്ങളാണുള്ളത്. ഈ അധ്യായത്തിൽ ഏകദേശം 9 പ്രാവശ്യം ഞാൻ യഹോവയാകുന്നു എന്ന് ദൈവം എടുത്തു പറയുന്നത് വളരെ പ്രസക്തമാണ്. പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് 1 പുരോഹിതന്മാരുടെ വിശുദ്ധിയും ഭക്ഷണത്തെയും കുറിച്ചാണ്. 2 വിശുദ്ധ ഭക്ഷണത്തിൽ അർഹതപ്പെട്ടവർ ആരൊക്കെ എന്നാണ്. 3 ഊനമുള്ള യാതൊന്നിനെയും ദൈവത്തിന് ബലിയർപ്പിക്കരുത് എന്ന്. യാഗത്തെ പറ്റിയുള്ള നിയമങ്ങൾ എന്തൊക്കെയെന്നാണ് ദൈവം അടുത്തതായി പറയുന്നത്. അവസാനമായി നമ്മൾ കാണുന്നത് ദൈവനാമത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ യഹോവയാകുന്നു. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം. ഞാൻ യഹോവയാകുന്നു. അഹരോൻ്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്രസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനമുണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇടജാതിയെ എങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ട് തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അതവൻ്റെ ആഹാരമല്ലോ. താനെ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. പുരോഹിതൻ അശുദ്ധാവസ്ഥയിലായിരിക്കുമ്പോൾ ഇസ്രായേലിയർ അർപ്പിക്കുന്ന വിശുദ്ധ യാഗങ്ങൾ കഴിക്കരുത്. ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം മാത്രമേ ദൈവസന്നിധിയിൽ പങ്കെടുക്കാവൂ എന്ന് യഹോവ കൽപ്പിക്കുന്നു. അശുദ്ധതയോടെ ദൈവസന്നിധിയിൽ വരുന്നത് ദൈവനാമത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പുരോഹിതർ ദൈവത്തിനും ജനങ്ങൾക്കുമിടയിലെ മധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അശുദ്ധത മുഴുവൻ ജനത്തെയും ബാധിക്കും. ഇവിടെ പറയുന്ന ഈ അശുദ്ധികളൊന്നും തന്നെ പാപം മാത്രമല്ല, ശാരീരികമായും ചടങ്ങ് സംബന്ധവുമായുമുള്ള അശുദ്ധിയാണ്. ശുദ്ധീകരണം കഴിഞ്ഞാൽ വീണ്ടും ദൈവസേവനത്തിലേക്ക് മടങ്ങാവുന്നതാണ്. യേശുക്രിസ്തു ഒരിക്കലായി നമ്മളുടെ പാപങ്ങൾക്കായുള്ള യാഗം അർപ്പിച്ചതിനാൽ നമ്മളെല്ലാവരും ക്രിസ്തുവിലൂടെ ശുദ്ധിയുള്ളവരാണ്. നമ്മൾ നമ്മുടെ അശുദ്ധിയും പാപവും ഏറ്റുപറയണം എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. എബ്രായർ 10:10 ഞാൻ വായിച്ചത്. അതുകൊണ്ട് തന്നെ വിശുദ്ധി നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടുന്നത്. മനുഷ്യന് അശുദ്ധി വരുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വിശുദ്ധ മത്തായി 15:11 ഞാൻ വായിച്ചത്. 10 മുതൽ 16 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ അടുക്കൽ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതൻ്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. എന്താണ് ഈ വരികളെക്കുറിച്ച് പുതിയ പഴയ നിയമം പറയുന്നത്? വിശുദ്ധ സാധനം എന്ന് പറയുന്നത് കുർബാനയ്ക്ക് അർപ്പിക്കുന്ന അപ്പത്തെക്കുറിച്ചാണ്. അത് പുരോഹിതർക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന ആഹാരമാണ്. ഇത് ആർക്കൊക്കെ ഭക്ഷിക്കാം, ആർക്കൊക്കെ പാടില്ല എന്നാണ്. പഴയ നിയമം അനുസരിച്ച് അന്യൻ, വന്നു പാർക്കുന്നവൻ, കൂലിക്കാരൻ ഇവർക്കൊന്നും വിശുദ്ധ അപ്പം കഴിക്കുവാൻ അനുമതിയില്ല. അത് പുരോഹിത കുടുംബത്തിനുള്ള പ്രത്യേക അവകാശമായിരുന്നു. പഴയ നിയമത്തിലെ യാഗക്രമവും പുരോഹിത വ്യവസ്ഥയും പുതിയ നിയമത്തിൽ നിറവേറ്റപ്പെട്ടു. പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. 1 പത്രോസ് 2:9 ഞാൻ വായിച്ചത്.
എന്നാൽ അനേകർക്ക് അറിയാത്ത ഒരു വ്യവസ്ഥയുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യോഗ്യമായി അല്ലാതെ കഴിക്കുന്നവൻ കുറ്റക്കാരനാകുന്നു. ഇന്ന് അനേകർ ഈ കുർബാന ഭക്ഷിക്കുന്നത് സ്വയം വിവേചിച്ചറിയാതെയാണ്. ആയതിനാൽ അവർ രോഗികളാവുകയും മാനസിക സമ്മർദ്ദത്തിൽ വീണുപോവുകയും ചെയ്യുന്നു. 17 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധരായി ജീവിക്കണം. അന്യജാതികളുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. വ്യഭിചാരം, രക്തബന്ധ വിവാഹം, അസ്വാഭാവിക ലൈംഗികത എന്നിവ ദൈവം നിരോധിക്കുന്നു. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. വരിച്ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. പുതിയ നിയമവും ഇങ്ങനെയുള്ള വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉദാഹരണം, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 6-ാം അധ്യായം, ഗലാത്യർ 5 എന്നീ പുസ്തകങ്ങൾ ഈ വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 26 മുതൽ 33 വരെയുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ പിന്നെയും മോശയോട് അരുളിച്ചതെന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കലിരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. അതായത് നമ്മൾ അർപ്പിക്കുന്ന യാഗം പൂർണ്ണതയുള്ളതും വിശുദ്ധവുമായിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും അതിൻ്റെ കുട്ടിയെയും ഒരു ദിവസത്തിൽ തന്നെ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നണം. രാവിലെ അതിലൊട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാചരിക്കണം. ഞാൻ യഹോവയാകുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവയാകുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. 1 പത്രോസ് 1:19 മുതൽ 22 വരെയാണ് ഞാൻ വായിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.